ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രിയാകാനെത്തിയ ചരിത്രം കോൺഗ്രസിലുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് കേൾക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുകളും യോഗ്യരായവരുടേതാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരോട് താനും ഒരു പേര് പറയും. അതിപ്പോൾ മാധ്യമങ്ങളോട് പറയാനില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. നിരീക്ഷകര് MLA-മാരുടെയും സീനിയർ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം തേടും. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചാനലുകാരോട് പറയില്ല, ഞാനത് നിരീക്ഷകരോട് പറയും. നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. 3 പേരാ ഉള്ളതെന്ന് എനിക്കറിയാം. 3 പേരാണ് മുഖ്യമായിട്ടുള്ളത്, അത് എനിക്കറിയാം. 3 പേരും യോഗ്യരാ. അതാ 3 പേരും യോഗ്യരാ. നിലവിലൊരു MLA രാജിവെപ്പിച്ചിട്ട് വേണം ഇപ്പോൾ KC വേണുഗോപാൽ വരികയാണെങ്കിൽ അത് രാജിവെച്ചിട്ട് വരുന്നതാണ് പാർട്ടിക്ക് ഗുണകരമെന്ന്. അങ്ങനെ ഗുണകരമെന്ന് നേതൃത്വം കണ്ടെത്തിയാൽ, MLA-മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ, നേതൃത്വം കണ്ടെത്തിയാൽ അങ്ങനെ തീരുമാനിക്കും. മുമ്പുണ്ടായതുപോലെ ഡൽഹിയിൽ നിന്ന് വന്നേക്കാം. മുമ്പുണ്ടായതുപോലെ വേണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഡൽഹിയിൽ നിന്ന് വരുമോ വരത്തില്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ശരി, വിഷ്ണു, നേരത്തെ മുതൽ തന്നെ KC വേണുഗോപാലിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആളാണ് PJ കുര്യൻ. എന്ന് വെച്ചാൽ ഇപ്പോഴും KC മുഖ്യമന്ത്രി ആകണമെന്ന നിലയ്ക്കുള്ള ഒരു ക്യാമ്പയിൻ ഒരു വശത്ത് സജീവമാണെന്നാണോ ഇത് വ്യക്തമാക്കുന്നത്? അതേ, കോൺഗ്രസ് അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചർച്ചയൊക്കെ വലിയ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലുമാണ് PJ കുര്യനോട് നമ്മൾ ചോദ്യം ആരാഞ്ഞത്. ആ സമയത്താണ് PJ കുര്യൻ്റെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് നേരത്തെയും മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്ന സമ്പ്രദായം കോൺഗ്രസിനുണ്ടായിരുന്നു. ഇനിയും അതിന് ഏത് തരത്തിൽ വേണമെങ്കിലും ചർച്ചകൾക്ക് ശേഷം MLA-മാരും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ഹൈക്കമാൻഡിൻ്റെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് PJ കുര്യൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭ ഇലക്ഷന് മുൻപ് തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ഈ പറയുന്ന PJ കുര്യൻ പറഞ്ഞത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണ് ഈ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ സജീവമായ സാഹചര്യത്തിൽ ആരായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് PJ കുര്യനോട് ആരാഞ്ഞത്. ആ സമയത്ത് തനിക്ക് 3 പേരും യോഗ്യത ഉള്ളവരാണ്, പക്ഷേ തനിക്ക് പറയാനുള്ള ഒരാളുടെ പേര് പറയാനുണ്ട്, അത് താൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞോളാം, അത് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യം തനിക്കില്ലെന്നുമാണ് PJ കുര്യൻ പറഞ്ഞത്. ഏതായാലും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത്. ആ സമയത്ത് കഴിഞ്ഞ PJ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നേരത്തെ മുതൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ.